എല്ലാവർക്കും PSC ബുള്ളറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു കഥയാണ് പറയാൻ പോകുന്നത്. ജീവിതത്തിൽ എല്ലാമായിട്ടും ഒന്നുമല്ലാതായി തീർന്ന ഒരു സ്ത്രീയുടെ കഥയാണ് നമ്മൾ ഇന്നിവിടെ പറയുന്നത്. 20 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കഥയാണെന്ന് നമുക്ക് അനുമാനിക്കാം. അതിനാൽ ആ കാലത്ത് മൊബൈൽ സൗകര്യങ്ങളോ ലാൻഡ് ഫോണോ ഇൻ്റർനെറ്റോ അങ്ങനെ ഒരു രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ മാധ്യമങ്ങളും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നടന്ന ഒരു കഥയാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഈ കഥയിലെ കഥാപാത്രങ്ങൾ ഒന്ന് സതി എന്നാണ്. സതിയാണ് ഈ കഥയിലെ മെയിൻ കഥാപാത്രം. ചെറുപ്പത്തിൽ തന്നെ വളരെ കഴിവുറ്റ ഒരു സ്ത്രീയായിരുന്നു നമ്മുടെ കഥാപാത്രമായ സതി. അതുപോലെ വളരെ സമ്പന്നമായ ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന സ്ത്രീയായിരുന്നു. അവളുടെ ഭർത്താവായ അർജുൻ ഒരു പാവപ്പെട്ട വീട്ടിലെ പയ്യനായിരുന്നു. സതിയുടെ പഠനമെല്ലാം പൂർത്തിയാക്കി 21-ാം വയസ്സിൽ വലിയൊരു കപ്പാസിറ്റർ കമ്പനിയിലേക്ക് അവൾ ജോലിക്കായി കയറുകയാണ്. വളരെ വലിയൊരു സാലറിയും അതുപോലെ സൗകര്യങ്ങളുമുള്ള ഒരു കമ്പനിയിലായിരുന്നു അവൾ അക്കാലത്ത് കയറിയത്. അവിടെ വെച്ച് 2 വർഷത്തിന് ശേഷമാണ് അവൾ അർജുനുമായിട്ടുള്ള പ്രണയം ആരംഭിക്കുന്നത്. അർജുനെ കാണാൻ വളരെ സുന്ദരനും സുമുഖനും അതുപോലെ നല്ല പൊക്കവുമുള്ള ഒരു വ്യക്തിയായിരുന്നു അർജുൻ. സതിയാണെങ്കിൽ പൊക്കം കുറഞ്ഞിട്ട് കാണാൻ നല്ല ഭംഗിയായി നീണ്ട മുടിയുള്ള ഒരു നല്ല പക്വതയാർന്ന ഒരു സ്ത്രീയായിരുന്നു നമ്മുടെ സതി. അർജുനും സതിയും ഒരേ ക്യാബിനിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. സതിയുടെ PA ആയിട്ടായിരുന്നു അർജുൻ ആ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. നിരന്തരമായ സമ്പർക്കത്തിന് ശേഷം അവർ ഒരുമിക്കുകയാണ്. അർജുന് സതിയെ പിരിയാൻ പറ്റാത്തത്രേ ഇഷ്ടമായി. അതുപോലെ സതിക്കും അർജുനെ പിരിയാൻ പറ്റാത്ത രീതിയിൽ ഇഷ്ടമായി. അങ്ങനെ ഒടുവിൽ അവർ പരസ്പരമുള്ള ഇഷ്ടം തുറന്നു പറയാൻ വേണ്ടി അവർ പുറത്തൊരു ഡേറ്റിംഗ് തീരുമാനിച്ചു. ഒരു ഞായറാഴ്ച ദിവസം അവധി ദിവസം അവർ ഒരു റെസ്റ്റോറൻറ്റിൽ ചായ കുടിക്കാനായിട്ട് ചെന്നിരിക്കുമ്പോൾ അവർ അവരുടെ ഇഷ്ടം പറഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. അർജുനും സതിക്കും പിരിയാൻ പറ്റാത്ത രീതിയിൽ ഇഷ്ടമായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത പ്രശ്നം എന്തെന്നാൽ ഈ കാര്യം അവരുടെ വീട്ടുകാരെ അറിയിക്കുക എന്നുള്ളതാണ്. അർജുനെ സംബന്ധിച്ച് അവന് വീട്ടിൽ പറയുക എന്നുള്ളത് ഒരു പ്രശ്നമല്ല. കാരണം സതി എന്ന കുട്ടി വളരെ സമ്പന്നമായ ഒരു വീട്ടിലെ അംഗമായിരുന്നു. പക്ഷേ സതിയെ സംബന്ധിച്ച് അർജുൻ്റെ കാര്യം വീട്ടിൽ പറയുമ്പോൾ അർജുൻ വളരെ പാവപ്പെട്ട വീട്ടിലെ ഒരു പുരുഷനായിരുന്നു. അതിനാൽ സതിയുടെ വീട്ടുകാർ ഒരിക്കലും ഈ വിവാഹത്തിന് സമ്മതിക്കുകയില്ല എന്ന് 2 പേർക്കും അറിയാം. ഏതായാലും അച്ഛൻ്റെ സമ്മതമില്ലാതെ വിവാഹം നടത്താൻ തനിക്ക് താല്പര്യമില്ല എന്ന കാര്യം സതി അർജുനോട് തുറന്നു പറഞ്ഞു. അങ്ങനെ അവർ ഇരുവരും അന്നത്തെ ദിവസം പിരിഞ്ഞു. പിറ്റേ ദിവസം പതിവ് പോലെ അവർ ജോലിക്ക് പ്രവേശിച്ചു. സാധാരണ കഴിയും പോലെ അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. അങ്ങനെ ഒരു ദിവസം അർജുൻ സതിയോട് ചോദിച്ചു, നീ വീട്ടിൽ സംസാരിച്ചോ? പക്ഷേ സതി പറഞ്ഞു, എനിക്ക് പപ്പായോട് പറയാൻ പേടിയാണെന്ന്. അർജുൻ്റെ നിർബന്ധപ്രകാരം അവൾ വീട്ടിൽ പറയാൻ തീരുമാനിച്ചു. അന്ന് വൈകുന്നേരം അവൾ അച്ഛനോട് ഈ കാര്യം അവതരിപ്പിച്ചു. അച്ഛൻ കേട്ടപാടെ, ഈ കല്യാണം നടക്കില്ല മോളെ, എന്ത് സഹിച്ചിട്ടായാലും ഞാൻ ഈ കല്യാണം നടത്തില്ല എന്ന് കട്ടായം പിടിച്ചു. അങ്ങനെ സതി നിരാശയായി. പക്ഷേ സതിക്ക് അപ്പോഴേക്കും അർജുനോടുള്ള ഇഷ്ടം പിരിയാൻ പറ്റാത്ത രീതിയിൽ വളർന്നിരുന്നു. അങ്ങനെ ആ ദിവസം കടന്നുപോയി. പിറ്റേ ദിവസം അവൾ ജോലിക്ക് പോയപ്പോൾ അർജുനോട് ഈ കാര്യം അവൾ അവതരിപ്പിച്ചു. അർജുൻ പറഞ്ഞു, നമ്മൾക്കെന്നാൽ ഒളിച്ചോടാം. പക്ഷേ സതിക്ക് അതിനോട് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. അച്ഛൻ്റെ അമ്മയുടെയും സമ്മതമില്ലാതെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത് തീരെ ശരിയല്ല എന്ന കാര്യം സതി അർജുനോട് പറഞ്ഞു. പക്ഷേ അപ്പോൾ അർജുന് വളരെ ഒരു വിഷമവും ദേഷ്യവും എല്ലാം കൂടെ വന്ന് അവളെ അടിച്ചു.
അപ്പോൾ കമ്പനിയിലുള്ള എല്ലാവരും ഇവരുടെ അടുത്തേക്ക് ഓടിക്കൂടി. ഇവർ തമ്മിലുള്ള പ്രണയം മറ്റ് ജീവനക്കാർക്ക് അറിവുണ്ടായിരുന്നില്ല. അവർ ഇതെന്താ സംഭവം എന്നറിയാതെ ആകപ്പാടെ കുഴങ്ങാറിലായി നിന്നു. സതി ഒന്നും പറയാതെ അവൾ ആ ഓഫീസിൽ നിന്നിറങ്ങി. അതുപോലെ അർജുനും ആ ഓഫീസിൽ നിന്നിറങ്ങി. അങ്ങനെ നമ്മുടെ സതി ഓഫീസിൽ വരാതായി. അർജുൻ എല്ലാ ദിവസവും ഓഫീസിൽ വരുവാൻ തുടങ്ങി. അവിടുത്തെ മാനേജിംഗ് കമ്മിറ്റി പുതിയ സതിക്ക് പകരം ഒരു ജോലിക്കാരിയെ നിയമിച്ചു. നമ്മുടെ അർജുനെ അവരുടെ PA-യിൽ നിന്ന് ഒഴിവാക്കി. അർജുന് അതിലും താഴെയുള്ള ഒരു തസ്തികയിൽ ജോലി കൊടുത്തു. പക്ഷേ സതി എന്തു പറ്റിയെന്ന് അർജുൻ എപ്പോഴും ഒരു ആകുലതയായിരുന്നു. പിന്നെ അർജുൻ കുറേ നാളുകൾക്ക് സതിയുടെ ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. പക്ഷേ അർജുന് നല്ല വിഷമമുണ്ടായിരുന്നു. അതവൻ പുറത്ത് കാണിച്ചില്ല, ആരോടും ഒന്നും പറയുന്നുമില്ല. അങ്ങനെ അവൻ വിഷമം സഹിക്കവയ്യാതെ ഒരു മദ്യപാനം എന്ന ദുശീലത്തിലേക്ക് അവൻ കൂപ്പുകുത്തി. അർജുന് കുറേ നാളുകൾക്ക് ശേഷം അവളുടെ ഒരു കാര്യവും അറിയുന്നില്ല. അവളുടെ വീട് എറണാകുളത്താണെന്ന് മാത്രമാണ് അർജുന് സതിയെ പറ്റി അറിയാവുന്നത്. അങ്ങനെ അവൻ വിഷമം സഹിക്കവയ്യാതെ സൂയിസൈഡ് ചെയ്ത് അവൻ മരിച്ചില്ല. അവൻ ആശുപത്രിയിൽ അഡ്മിറ്റായി. ഈ വിവരം എങ്ങനെയോ സതി അറിഞ്ഞു. സതിക്ക് അപ്പോഴും അവനോട് ഒരു ഇഷ്ടമുണ്ടായിരുന്നു. താൻ കാരണമാണ് അവൻ അങ്ങനെ ചെയ്തത് എന്ന് ഓർത്തിട്ട് സതി ഇവനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോയി. ഹോസ്പിറ്റലിൽ പോയി ഇവൻ ICUവിലാണ് കിടന്നിരുന്നത്. ബോധം നഷ്ടപ്പെട്ടിട്ടില്ല, സ്വബോധവാനായിരുന്നു. സതി അടുത്ത് ചെന്നു സംസാരിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, നീ ഇല്ലാതെ ഒരു ജീവിതം എനിക്കിനി കഴിയില്ല എന്ന് അവൻ സതിയോട് പറഞ്ഞു. സതി ഒന്നും മിണ്ടിയില്ല. അർജുൻ്റെ ഇപ്പോഴത്തെ കാര്യവിവരങ്ങളെല്ലാം അന്വേഷിച്ചു. കഴിച്ചോ, കുടിച്ചോ, മരുന്ന് കഴിച്ചോ എന്നെല്ലാം പറഞ്ഞു. അവൾ അതിന് കൃത്യമായ ഒരു മറുപടി അർജുനോട് പറഞ്ഞില്ല. അതിനുശേഷം അവൾ ആ ആശുപത്രിയിൽ നിന്ന് തിരികെ വീട്ടിലെത്തി അവൾക്ക് അർജുനോടുള്ള ആ ഒരു ഇഷ്ടം പിന്നെയും ദൃഢമാവുകയാണ് ചെയ്തത്. പിന്നെ മാസങ്ങളും ദിവസങ്ങളും കഴിഞ്ഞുപോയി. പിന്നെ ഇവർ തമ്മിൽ വീണ്ടും അടുക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അങ്ങനെ ഇവർ രണ്ടുപേരും ഇപ്പോൾ സതിയാണെങ്കിൽ ജോലിയൊന്നും ചെയ്യുന്നില്ല, വീട്ടിൽ തന്നെയാണ്. അർജു ബാംഗ്ലൂരുവിലെ കമ്പനിയിൽ ജോലിയാണ്. ഈ രണ്ട് ദൂരവും തമ്മിൽ ഇവർക്ക് പരസ്പരം കണ്ടുമുട്ടാനുള്ള ഒരു പ്രതിബന്ധമാണ്. അങ്ങനെ അർജുൻ ബാംഗ്ലൂരുവിലെ ജോലി രാജിവെച്ചതിന് ശേഷം എറണാകുളത്തേക്ക് താമസം മാറി. എറണാകുളത്ത് ഒരു ചെറിയ ചായക്കടയിൽ അവൻ ജോലിക്ക് കയറി. എച്ചിൽ പാത്രങ്ങൾ കഴുകാനും സാധനങ്ങൾ എടുത്തു കൊടുക്കാനുമൊക്കെയായിട്ട് ചെറിയ തുച്ഛമായ ശമ്പളത്തിൽ അവൾക്ക് വേണ്ടി അവിടെ ജോലിക്ക് കയറി. എല്ലാ ദിവസവും സതി ജോഗിങ്ങിനായിട്ട് ആ ഹോട്ടലിൻ്റെ മുമ്പിൽ കൂടെയാണ് പോകുന്നത്. ആ ടൈമിൽ അർജുൻ സതിയെ വശീകരിക്കാൻ വേണ്ടി പല കാര്യങ്ങൾ ചെയ്തു തുടങ്ങി. പക്ഷേ സതിക്ക് അർജുനോടുള്ള ഇഷ്ടം ഇപ്പോഴും മനസ്സിലുണ്ട്. സതി ഇവന് എത്രമാത്രം പോകുമെന്ന് നോക്കാൻ വേണ്ടി അവനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അനേകം മാസങ്ങളും ദിവസങ്ങളും അർജുൻ സതിയുടെ പുറകെ തന്നെ നടന്നു. അങ്ങനെ ഒടുവിൽ സതിക്ക് മനസ്സിലായി അർജുൻ ചതിക്കുന്ന ഒരു സ്വഭാവക്കാരനല്ല എന്ന അനുമാനത്തിൽ സതി എത്തിച്ചേർന്നു. എന്തായാലും സതിക്ക് ഉറപ്പാണ്, വീട്ടിൽ അച്ഛനും അമ്മയും ബന്ധുക്കളും ഒന്നും ഈ കല്യാണത്തിന് സമ്മതിക്കില്ല. സതി ആകപ്പാടെ കൺഫ്യൂഷനിലായി. അന്ന് രാത്രി അവൾക്ക് ഉറക്കം കിട്ടിയതേയില്ല. അവളുടെ മനസ്സിലൂടെ പല ചിന്തകൾ കടന്നു വന്നുകൊണ്ടിരുന്നു. അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് എന്നെ നോക്കാനുള്ള ഒരു സാമ്പത്തിക ശേഷിയോ ഭദ്രതയോ ഇല്ല. പക്ഷേ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ അർജുനോട് അത്രയും അടുത്ത സ്ഥിതിക്ക് എനിക്ക് ഇറങ്ങിപ്പോകാതിരിക്കാനും വയ്യ. അങ്ങനെ വല്ലാത്ത ഒരു കൺഫ്യൂഷനിലായിരുന്നു സതി. ഏതായാലും അവൾ തീരുമാനിച്ചു, പിറ്റേ ദിവസം അർജുനെ ഒന്നും കൂടെ കാണാം. അങ്ങനെ അവൾ പിന്നെയും കടന്നു. പക്ഷേ ഉറക്കം വന്നതേയില്ല. അങ്ങനെ പതിവ് പോലെ പിറ്റേ ദിവസം അവൾ ജോഗിങ്ങിന് പോയി. അർജുനെ കണ്ടു. അർജുൻ സതിയുടെ പുറകെ വന്നു. ഇവർ സംസാരിച്ചു. അങ്ങനെ സതി
ആ വിട്ടുമാറാത്ത ആ രഹസ്യം അർജുനോട് പറഞ്ഞു. ഇനി അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ എപ്പിസോഡ് കാണാം.